മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രഭാത പ്രാർത്ഥനയിലും പ്രഭാത ദിക്റുകളിലും പ്രദോഷ ദിക്റുകളിലും അഥവാ അദ്കാറുസ് സബാഹ് അദ്കാറുൽ മസാ ഇവ രണ്ടിലും പറയാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് പറഞ്ഞു, ആരെങ്കിലും പ്രദോഷത്തിൽ വൈകുന്നേര സമയത്ത് ആയത്തുൽ കുർസി ആ അദ്കാറുൽ മസാഇന്റെ ആ ഘട്ടത്തിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ പിശാച്ചിൽ നിന്ന് പ്രഭാതം വരെ അവന് അതൊരു സംരക്ഷണമായിരിക്കും, കാവൽ നൽകപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതേപോലെ തന്നെ വമൻ ഖാലഹാ ഹീന യുസ്ബിഹ് ഉജീറ മിൻഹാ ഹത്താ യുംസിയ, ആരെങ്കിലും പ്രഭാത സമയത്തിൽ അദ്കാറുസ് സബാഹിന്റെ ഘട്ടത്തിൽ പ്രഭാതത്തിൽ ചൊല്ലേണ്ടുന്ന ദിക്റുകളിൽ ആയത്തുൽ കുർസി ആരെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിൽ ഉജീറ മിൻഹാ ഹത്താ യുംസിയ, പ്രദോഷമാകുന്നത് വരെ വൈകുന്നേരമാകുന്നത് വരെ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നവന് കാവൽ നൽകപ്പെടും എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നോക്കൂ നിങ്ങൾ, പ്രഭാത പ്രാർത്ഥനയിൽ ഒരു തവണ, പ്രദോഷ പ്രാർത്ഥനയിൽ ഒരു തവണ. ഇനി അതേപോലെ തന്നെ എല്ലാ ഫർള് നമസ്കാരത്തിന്റെ ശേഷവും നമുക്കത് സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയവരാണ്. മൻ ഖറഅ ആയത്തുൽ കുർസി ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലൽ മൗത്ത്. വളരെ കൃത്യമായി അല്ലാഹുവിന്റെ റസൂലിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ആരെങ്കിലും എല്ലാ ഫർള് നമസ്കാരങ്ങളുടെയും പിറകെ ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണെങ്കിൽ സ്വർഗപ്രവേശനത്തിന് അവന്റെ മുമ്പിൽ തടസ്സമായി മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്നുകൂടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യേണ്ടതുണ്ട്. ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. നീ നിന്റെ വിരിപ്പിലേക്ക് ചെന്നാൽ മിൻ അവ്വലിഹാ ഹത്താ തഖ്തിമൽ ആയ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങി വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അളീം, അങ്ങനെ അതിൻ്റെ അവസാനം വരെ നീ പാരായണം ചെയ്താൽ, അങ്ങനെ നീ പാരായണം ചെയ്യുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശമാണ്. എന്നിട്ട് വഖാല ലി, അള്ളാഹിന്റെ റസൂല് ആ ഉപദേശം എനിക്ക് നൽകിയിട്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു, ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നിനക്ക് പ്രത്യേകം ഒരു കാവൽക്കാരൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിനക്ക് റബ്ബിങ്കൽ എന്നുള്ള പ്രത്യേകമായ ഹിഫ്ള് ഉണ്ടാകും. വലാ യഖറബക ശൈത്വാനുൻ ഹത്താ തുസ്ബിഹ, പ്രഭാതമാകുന്നത് വരെ പിശാച് നിന്നെ സമീപിക്കുക പോലുമില്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്തു പറഞ്ഞു. ഇവിടെ നിങ്ങൾ നോക്കൂ, 8 തവണ മിനിമം നമ്മൾ ഡെയിലി ആയത്തുൽ കുർസി പാരായണം ചെയ്യൽ പുണ്യമുള്ളതാണ്. അതേതൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒന്ന്, പ്രഭാത പ്രാർത്ഥനയിൽ ഒരു തവണ, പ്രദോഷ പ്രാർത്ഥനയിൽ ഒരു തവണ, അപ്പം 2 ആയി. പിന്നെ 5 നേര ഫർള് നമസ്കാരങ്ങളുടെയും ശേഷമാകുമ്പോൾ 5 തവണയതായി, അപ്പം 5 × 2 7. പിന്നെ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അങ്ങനെ 8 തവണ ദിനേന ആയത്തുൽ കുർസി മാത്രം തന്നെയും പാരായണം ചെയ്യുവാൻ നമ്മൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ ആശയങ്ങൾ അത്രത്തോളം ഗാംഭീര്യമുള്ളതാണ്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. അതുകൊണ്ട് ഈ ആയത്തുൽ കുർസിയുടെ ആ അർത്ഥവും ആശയവും ഒക്കെ കൃത്യമായി ഗ്രഹിച്ച് അതിലെ ആശയങ്ങൾ കൃത്യമായി നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് തൗഹീദിൽ നിന്നൊരിക്കലും വ്യതിചലിക്കാതെ, ശിർക്കിൻ്റെ ഒരു ലാഞ്ചന പോലും കണിക പോലും നമ്മുടെ വിശ്വാസത്തിൽ കടന്നു വരാതെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ അവയെ നിലനിർത്തുക, പ്രയോഗരംഗത്ത് നമ്മൾ നടപ്പിൽ വരുത്തുക, പരിശീലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനോട് എങ്ങനെയാണോ ഇടപെടേണ്ടത് അതേ വിധത്തിൽ ഇടപെടുന്ന സജ്ജനങ്ങളിൽ, അതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രീതിയും നേടുന്ന ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.